ഹായ് കൂട്ടുകാരെ, ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാം. അതിനായി 1 കിലോ ചിക്കൻ ചെറിയ പീസസുകളാക്കി നല്ലപോലെ വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് സോൾട്ട് ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. പിന്നെ അതിനായി ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ പെരുംജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് നല്ലപോലെ സോർട്ട് ചെയ്ത് വരുമ്പോൾ അത് ചൂടാറി ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കേണ്ടതാണ്. പിന്നെ അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒന്ന് ടേസ്റ്റ് മാറുന്ന വരെ വേണം സോർട്ട് ചെയ്തെടുക്കേണ്ടത്. അതൊന്നൊരു ബ്രൗൺ കളറാകുന്ന വരെ സോർട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം 3 പച്ചമുളക് അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നല്ലപോലെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ്റെ ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ച കൂട്ട് ചേർത്ത് കൊടുക്കാം. ആ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരുംജീരകവും കുരുമുളകും മുഴുവൻ മല്ലിയും ചേർത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ ഒരു വലിയ തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും മിക്സ് ചെയ്ത ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം 2 വലിയ സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും നല്ലപോലെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കണം. നല്ലപോലെ സോർട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതൊന്നൊരു ബ്രൗൺ നിറമാകും. അതുവരെ സോർട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ ചിക്കൻ റോസ്റ്റ് തയ്യാറായി. ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അതിന് ശേഷം ഒരു അട തയ്യാറാക്കുന്നുണ്ട്. ഗോതമ്പടയാണ്. അപ്പോൾ അതിലേക്ക് ഗോതമ്പ് പൊടി വെള്ളവും ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ച് വയ്ക്കുന്നുണ്ട്. അതൊന്ന് സോഫ്റ്റായി ആവാൻ വേണ്ടി മാറ്റി വെച്ച് കൊടുക്കാം. പിന്നെ ഒരു പാനിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 വലിയ നേന്ത്രപ്പഴം അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും നല്ലപോലെ സോഫ്റ്റാക്കി എടുക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരപ്പൊടിയാണ്. മുഴുവൻ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അതൊന്ന് തിളപ്പിച്ച് അരിച്ച് വേണം ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ നല്ല ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്ത ശേഷം കുറച്ച് ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഫില്ലിങ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം അത് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ച മാവ് ഇലകളിലേക്ക് പരത്തി കൊടുക്കുന്നുണ്ട്. തിന്നായിട്ട് വേണം പരത്തി കൊടുക്കാൻ. പിന്നെ ആ ഫില്ലിങ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോ മാവിലേക്കും ആ ഫില്ലിങ് ചേർത്ത് കൊടുത്ത്
ഇല മടക്കി വെച്ച് കൊടുക്കണം. ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇലകളൊക്കെ മടക്കി വെച്ച് ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ ഇലയിലേക്കും മാവ് പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഈ ഫില്ലിങ്ങൊക്കെ അതിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഈ ഇല മടക്കി കൊടുക്കണം. എന്നിട്ട് വേണം ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാൻ. അതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അടയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് മൂടി വെച്ച് കൊടുക്കേണ്ടത്. അപ്പോഴൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചാൽ മൂടി മാറ്റിയ ശേഷം അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കേണ്ടതാണ്. അതും ഒന്ന് അപ്പുറം അപ്പുറം തിരിച്ചിട്ട് കൊടുക്കണം. രണ്ട് സൈഡും മറിച്ചിട്ട് കൊടുത്താലാണ് അട വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ. അപ്പോൾ നല്ലപോലെ വേവിച്ചെടുക്കാം. അതിന് ശേഷം വെന്ത അടകളൊക്കെ മാറ്റി വെച്ച് കൊടുക്കേണ്ടതാണ്. എല്ലാ അടയും ഇതുപോലെ വേവിച്ചെടുക്കാം. ഇതുപോലെ മൂടി വെച്ച് വേവിക്കുമ്പോൾ അട ഒന്ന് നല്ലപോലെ സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത്